Download now. CC Learning app. ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ നിത്യ മിസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്രിഗ്നോമെട്രിയിലെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ 10ാം ക്ലാസ് മുതലാണ് ട്രിഗ്നോമെട്രി എന്നുള്ള ആ ഒരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും കേട്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ട്രിഗ്നോമെട്രി പഠിക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് പഠിക്കും? +1ലും +2ലും ആണ് ഈ ട്രിഗ്നോമെട്രിയെ കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം, നമ്മൾക്കിവിടെ 1-to-1 ടീച്ചിങ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ടീച്ചർ എപ്പോഴും ഉണ്ടാകും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചറിനോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരമാണ് ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? അതായത് നിങ്ങൾക്ക് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു, അതായത് എൻ്റെ കൂട്ടുകാർ, എൻ്റെ ടീച്ചർ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒതുങ്ങി പോകാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ അതായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ഡൗട്ട്. അത് മാറാത്തത് കാരണം നിങ്ങൾക്ക് അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും തലയിൽ കയറുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത് നിങ്ങൾ വെറുതെ കളിച്ച് നടക്കാതെ നിങ്ങൾക്ക് എന്താണ്, ഇനിയിപ്പോൾ ജൂണൊക്കെ ആയാലും നമുക്ക് സ്കൂളിൽ ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ആ പറഞ്ഞതൊക്കെ മനസ്സിലേക്ക് നന്നായി ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബേസ് കിട്ടണം അല്ലേ? അപ്പോൾ ആ ബേസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു ടീച്ചറിന്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ 9496949929 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. എപ്പോഴൊക്കെയാണ് ക്ലാസ്സസ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ അവർ നല്ല രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ ഏതൊക്കെ ടീച്ചറിനാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡെമോ കണ്ടിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ ഓരോ കുട്ടികൾക്കും ഡെമോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ഈ ടീച്ചറിന്റെ ശൈലി അല്ലെങ്കിൽ ഈ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ. അങ്ങനെ മനസ്സിലാക്കി മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ മറക്കണ്ട, ഈ നമ്പറിലേക്ക് വിളിക്കുക, ഒരു ഡെമോ ഇന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ്? ട്രിഗണോമെട്രി. അപ്പോൾ ആ ഒരു ട്രിഗണോമെട്രിയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, കണ്ടോ, ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ്. ഇവിടെ നമ്മുടെ കൂടെ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ നമ്മുടെ കൂടെ ഉണ്ടായ കുട്ടികളാണ്. നവോദയയുടെ റിസൾട്ടാണ്, ഇതുപോലെ സൈനിക സ്കൂളിന്റെ റിസൾട്ടും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ചിരിച്ച മുഖങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നവോദയ, സൈനിക സ്കൂൾ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഇവിടെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ നമ്പറിലാണ് വിളിക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ട്രിഗണോമെട്രി നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. എന്താണ് ഈ ടേബിളിൽ എഴുതിയിട്ടുള്ളത്? ആ ടേബിളിന്റെ ടൈറ്റിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പൊ എന്താണ് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ്? അതായത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. +1, +2 കുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ അവർ 10th കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്? നമ്മൾ സാധാരണയായിട്ട്, അതായത് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ്, +1 അതായത് വലിയ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾക്ക് ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് പല വീഡിയോകളിലും അല്ലെങ്കിൽ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടാവും. ഒരു സൈനും കോസും നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അത് അത്രയും ടഫ് ആണെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഭാഗമാണ്. അതിന് ആ സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ്, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് അത്. അതിന്റെ പേരാണ് ഈ ട്രിഗണോമെട്രിക് റേഷ്യോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. നമുക്ക് 6 ടൈപ്പ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് ഉള്ളത്. സൈൻ ഉണ്ട്, സൈൻ ഫംഗ്ഷൻ ഉണ്ട്, കൊസൈൻ ഫംഗ്ഷൻ ഉണ്ട്, ടാൻജന്റ് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർക്കാൻ വേണ്ടി പറ്റുന്ന കോടാൻജന്റ് ഫംഗ്ഷൻ ഉണ്ട്, സീക്കൻഡ് ഫംഗ്ഷൻ ഉണ്ട്, കൊസീക്കൻഡ് ഫംഗ്ഷൻ ഉണ്ട്. 6 ടൈപ്പ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഓക്കെ, അതെന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് വാല്യൂസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും എന്നേക്കും ആയിട്ട് ഓർത്തു വെക്കേണ്ട കുറച്ചൊരു വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എങ്ങനെ ഓർക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 ആംഗിൾസ് ചെയ്തിട്ടുണ്ട്. 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ അക്യൂട്ട് ആംഗിൾസ് ആണ് അല്ലെ? അക്യൂട്ട് ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾസിനെയാണ്, വ്യക്തമായിട്ട് പറഞ്ഞാൽ 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ അക്യൂട്ട് ആംഗിൾസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ കൂട്ടത്തിലാണ് പെടുത്തുക. സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്, സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്, സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്, അതുപോലെ കോസ് 30 ഡിഗ്രി, കോസ് 45 ഡിഗ്രി, കോസ് 60 ഡിഗ്രി, ഏത് കറസ്പോണ്ടിങ് ആയിട്ടും ടാൻ 30 ഡിഗ്രി, ടാൻ 45 ഡിഗ്രി, ടാൻ 60 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ സൈനും കോസും ടാനും ഒക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതിനൊരു ഇക്വേഷൻ ഓർക്കാനുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും. അപ്പൊ എന്താണ് സൈൻ തീറ്റ? ഓക്കെ, എന്താണ് സൈൻ തീറ്റ, എന്താണ് കോസ് തീറ്റ, എന്താണ് ടാൻ തീറ്റ? ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പായിട്ട്, അതായത് നമുക്ക് ഇവിടെ ഈ ഒരു ടേബിളിൽ നമ്മൾ ഈ വാല്യൂസ് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് അപ്പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് സൈൻ തീറ്റ, എന്താണ് കോസ് തീറ്റ, എന്താണ് ടാൻ തീറ്റ, ഈ കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഓക്കെ, ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. എന്താണ് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ? അറിയാലോ, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? 90 ഡിഗ്രി വരുന്നത് അല്ലേ? 90 ഡിഗ്രി വരുന്നതിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം മറ്റൊന്നെന്താണ്? ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിന്റെ 3 ആംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സം എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. കാരണം 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ആണ് നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി കിട്ടുന്നത്. ടോട്ടൽ എത്ര ആയിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണമല്ലോ. അപ്പൊ അത് മനസ്സിലേക്ക് ഓർക്കുക. അപ്പൊ ഇത് 90 ഡിഗ്രി. ഈ ആംഗിളിനെ ഞാൻ തൽക്കാലം എന്ത് പേര് വിളിക്കുന്നു? തീറ്റ എന്ന് പേര് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? തീറ്റ. ഓക്കെ, അപ്പൊ ഈ ആംഗിളിന്, ഈ അക്യൂട്ട് ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ സൈൻ തീറ്റ, സൈൻ ഓഫ് തീറ്റ, ഓക്കെ, വാല്യൂ എത്രയാണെന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇക്വേഷൻ വാല്യൂ കാണുന്നത്? ഈ തീറ്റ 60 ഡിഗ്രി ആണോ, 30 ഡിഗ്രി ആണോ, 45 ആണോ, 25 ആണോ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂ കാണുന്നത്. അപ്പൊ ആദ്യം ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിനെ, അതായത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഇവിടെയാണ് തീറ്റ എങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഇവിടെയാണ് തീറ്റ എങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. പറയുന്നത് വ്യക്തമാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് തീറ്റ, ഞാൻ വരച്ചത് പ്രകാരം ഇതാണ് തീറ്റ. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3 സൈഡല്ലേ ഉള്ളത്? 1, 2, 3 അല്ലേ? അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ത് പറയുന്നു ഞാൻ? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് തീറ്റ. അത് ഞാൻ ചുരുക്കിയിട്ട് OPP എന്ന് എഴുതുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് തീറ്റ. ഇനി അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റയുടെ ചേർന്നിരിക്കുന്ന സൈഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇതാണ്, മറ്റേത് ഇതാണ്. ഇതിന് നമ്മൾ ഓൾറെഡി എന്ത് പേര് വിളിച്ചിട്ടുണ്ട്? ഹൈപ്പോട്ടനസ്. അറിയുന്നതല്ലേ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾ പഠിക്കുന്നതാണ് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് ഞാൻ ചുരുക്കിയിട്ട് HYP എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ ഏതായിരിക്കും നമ്മൾ പേര് കൊടുക്കേണ്ടത്? ഇതാണല്ലേ? അപ്പൊ അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ ഇതാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇനി നമ്മൾ ഈ OPP, ADJ, HYP, ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇത് ഓരോന്നും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ OPP എന്ന് പറയുന്നത് അല്ലെ? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഹൈപ്പോട്ടനസ് വാല്യൂ എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹൈപ്പോട്ടനസ് ലെങ്ത് പറയുന്നത് 5 സെന്റിമീറ്റർ, അഡ്ജസന്റ് സൈഡ് 3 സെന്റിമീറ്റർ, ഈ ഓപ്പോസിറ്റ് സൈഡ് 4 സെന്റിമീറ്റർ എന്നിങ്ങനെ ആണെങ്കിൽ
ഓക്കെ, ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് 4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഈക്വൽ ടു 4 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇത് വാല്യൂ എന്ത് എഴുതും? 4/5. ഓക്കെ, വാല്യൂ എന്ത് എഴുതും? 4/5. അപ്പൊ സൈൻ തീറ്റയുടെ വാല്യൂ എന്താണെന്ന് പറയും? 4/5 ആണെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി കോസ് തീറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. തീറ്റയുടെ അഡ്ജസെന്റ് സൈഡ്, അതിനെയാണല്ലോ നമ്മൾ ADJ എന്ന് വിളിച്ചത്. തീറ്റയുടെ അഡ്ജസെന്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. വീഡിയോ കാണുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്പുറം ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസെന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടാൻ തീറ്റ കിട്ടുക. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോ, ടാൻ തീറ്റനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ടാൻ തീറ്റനെ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? സൈൻ തീറ്റ പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈൻ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ നമുക്ക് ആ ഹൈപ്പോട്ടനസ് തമ്മിൽ വെട്ടിക്കൂടെ? വെട്ടാം. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ബാക്കി? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും. അതല്ലേ ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ടാൻ തീറ്റ നിങ്ങൾക്ക് ഇങ്ങനെയും ഓർക്കാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നും ഓർക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ എഴുതിയല്ലോ. ഇതൊക്കെ എഴുതണം. അത് വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ഫില്ല് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ ഞാൻ എഴുതാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ എന്താണ്? കോസ് തീറ്റ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി കാണിക്കുന്നതാണ്. എന്താണ്? ടാൻ ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. നോക്കാം. ഇനി ഞാൻ ഇവിടെ സൈൻ 0യുടെ വാല്യൂ 0 ആണ്, സൈൻ 90യുടെ വാല്യൂ 1 ആണ്, കോസ് 0യുടെ വാല്യൂ 1 ആണ്, കോസ് 90യുടെ വാല്യൂ 0 ആണ്, ടാൻ 0 0 ആണ്, ടാൻ 90 നോട്ട് ഡിഫൈൻഡ്, ഇൻഫിനിറ്റി നമുക്ക് ഡിഫൈൻഡ് അല്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ആണെന്ന് കാണിക്കുന്നതിന്റെ സിമ്പിൾ അല്ലേ ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പൊ 2 45 ഡിഗ്രി ആണ്. ഇവിടെ ആണെങ്കിൽ അല്ലെ സം എന്ത് കിട്ടും? 45 45 90 കിട്ടി. ഇവിടെ 90 കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടിയല്ലോ. ഇനി ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ആയല്ലോ. ഈ 2 ട്രയാങ്കിൾ ഓർക്കുക. കൂടാതെ ഇങ്ങനെ ഓർക്കണം, 45ന്റെ ഓപ്പോസിറ്റ് 1, 45 ഓപ്പോസിറ്റിന്റെ 1. ഓക്കെ, സൈഡ് 1 ആണ്, 1 യൂണിറ്റ് ആണ് അതിന്റെ ലെങ്ത് എന്ന് ഓർക്കുക. 90ക്ക് ഓപ്പോസിറ്റ് √2 ഓർക്കാമല്ലോ, എളുപ്പല്ലേ? 45ന്റെ ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് എന്ത് വരും? √2 എന്ന് വരും. ഇവിടെ ഉണ്ട് ഒരു നമ്പറിന് റൂട്ട് വരുന്നത്. അപ്പൊ ഓർക്കുക, 30ക്ക് ചെറിയ ആംഗിൾ 30യുടെ ഓപ്പോസിറ്റ് 1 ആണെന്ന് ഓർക്കാം. ഓക്കെ, ഹൈപ്പോട്ടനസ് ഓർക്കേണ്ടത് ഇവിടെ √2 ആണെങ്കിൽ ഇവിടെ 2 ആണ്. ഓക്കെ, റൂട്ട് എവിടെ വരുന്നത്? 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ് വരുന്നത്. അങ്ങനെ ഓർക്കാം. രണ്ടിലും ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഹൈപ്പോട്ടനസ് ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഹൈപ്പോട്ടനസിന് സ്ക്വയർ റൂട്ട് ഇല്ല, 2 ആണ് വരുന്നത്. 60ക്ക് ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ റൂട്ട് വരുന്നത്. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണ് വരുന്നത്. അങ്ങനെ ഓർക്കാം. ഓക്കെ, ഇനി ഞാൻ സൈൻ 30 ഡിഗ്രി എന്ത് എഴുതണം? സൈൻ 30 ഡിഗ്രി, സൈൻ തീറ്റ എന്താണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. അപ്പോ ഇവിടെ തീറ്റക്ക് പകരം ഞാൻ എടുത്തിട്ടുള്ള ആംഗിൾ എന്താണ്? തീറ്റ 30 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ 30 ഡിഗ്രി കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടനസ് എന്താണ്? 2 ആണ്. അപ്പൊ എന്ത് വരും? 1/2 എന്ന് വരും. ക്ലിയർ ആണ്? അപ്പോ
സൈൻ 60 ഡിഗ്രി ആണെങ്കിലോ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ്? √3 ആണ്. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഹൈപ്പോട്ടനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ √3/2 ആണ്. ഇനി 45 ഡിഗ്രി നോക്കണമെങ്കിൽ ഏത് ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെയാണ് 45 ഉള്ളത്. അപ്പോൾ സൈൻ 45 എന്ന് പറയുമ്പോൾ 45 രണ്ട് 45 ഉണ്ട് അല്ലേ? ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഞാനിപ്പോ ഇതിനെ കൺസിഡർ ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/√2. ഇനി നിങ്ങൾ ഈ 45 എടുത്താൽ അത് തന്നെയല്ലേ സംഭവിക്കുക? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടനസ് √2. അപ്പൊ 1/√2. ഓക്കെ ആണ്. അടുത്തത് കോസിൻ്റെത്. കോസ് 30 ഡിഗ്രി എങ്ങനെയാ വരിക? കോസ് 30 ഡിഗ്രി പറയുമ്പോൾ കോസിന്റെ ഡെഫിനിഷൻ ഓർക്കുക. കോസ് തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡിനെയാണ് ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 30യുടെ അഡ്ജസൻറ്റ് സൈഡ് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. 30യുടെ അഡ്ജസൻറ്റ് സൈഡ് √3, ഹൈപ്പോട്ടനസ് 2. അപ്പൊ √3/2. ഇനി കോസ് 60 ഡിഗ്രി എത്രയാണ്? 60യുടെ അഡ്ജസൻറ്റ് സൈഡ് അതെന്താണ്? 1 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 2. അപ്പൊ 1/2. ഓക്കെ, ഇവിടെ ഒരു ഓർക്കാൻ മറ്റൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട് അല്ലെ? നമ്മൾ സൈൻ 30യുടെയും സൈൻ 60യുടെ വാല്യൂ മാത്രം ഓർത്താല് നേരെ തിരിച്ച് കോസ് 30 കോസ് 60 എങ്ങനെ വരും? ഇതിന്റെ നേരെ തിരിച്ച് വരുന്ന ഓർത്താ പോരെ അല്ലേ? അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഇനി കോസ് 45 എന്താണ്? 45ന്റെ അഡ്ജസൻറ്റ് സൈഡും 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 1/√2 അല്ലെ? ഏത് 45 എടുത്താലും അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് 1 തന്നെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 1/√2. അപ്പൊ ഇവിടെയും നമുക്ക് ചേർത്ത് ഓർത്ത് വെക്കാം. സൈൻ 45ന്റെയും കോസ് 45ന്റെയും വാല്യൂസ് എന്താണ്? സെയിം ആണ്. അങ്ങനെ ഓർക്കാം. ഇനി ടാൻഡത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുല ഓർത്താൽ മതി. ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഓർക്കാം, അല്ലെങ്കിൽ സൈൻ തീറ്റനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടും ഓർക്കാം. നോക്കാം, നമുക്ക് ഇവിടെ തന്നെ ഡിവിഷൻ ചെയ്താലോ? ഇവിടെ തന്നെ എല്ലാം ഡിവൈഡ് ചെയ്താൽ പോരെ? സൈൻ ടാൻ 30 ആണെങ്കിൽ സൈൻ 30നെ കോസ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? ടാൻ 30 ആണെങ്കിൽ സൈൻ 30നെ കോസ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 60 ആണെങ്കിൽ ഇവിടെ 60 ആക്കിയാൽ മതി അല്ലെ? അതായത് ഇവിടെ നമുക്ക് നേരെ ഡിവൈഡ് ചെയ്തിട്ട് താഴെ എഴുതാം അല്ലെ? ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെട്ടിപ്പോയല്ലോ. 2 വെട്ടിപ്പോയി. അവിടെ എന്ത് വരും? 1/√3 എന്ന് വരും. ഇവിടെ ആണെങ്കിലോ, ഇവിടെയും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെട്ടിപ്പോയി. ബാക്കി അവിടെ എന്ത് വരും? √3/1. √3/1 എന്താണ്? √3 തന്നെ അല്ലെ? ഏത് നമ്പറിന്റെയും ഡിനോമിനേറ്ററിൽ 1 വന്നാലും ആ നമ്പർ തന്നെ അല്ലേ വരിക? x/1 വന്നാൽ x അല്ലേ ആൻസർ വരിക? അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഇനി 1/√2 1/√2 എന്ത് വരും? 1/1. 1/1 എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പഠിച്ചു. അപ്പോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് സൈൻ 30 സൈൻ 45 ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്തേ ചെയ്യണ്ടോ? ഈ 2 ട്രയാങ്കിള് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ ഡെഫിനിഷനും അറിഞ്ഞാൽ മതി. എങ്കിൽ തന്നെ നമുക്ക് ഈ വാല്യൂ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. നോക്കുക, ട്രിഗണോമെട്രിയിൽ നമുക്ക് ഇപ്പൊ ഏത് പ്രോബ്ലം വന്നാലും അതിന്റെ അവസാനം ചെന്നെത്തുന്നത്, ഇനി നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലെത്തുന്ന സമയത്ത് ASTC റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൂളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക്, ഒരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആദ്യം അതിന്റെ ഫോർമുല അറിയണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇക്വേഷൻസ് ഡെഫിനിഷൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത് അറിയണം അല്ലെ? ഇനിയിപ്പോൾ ഫോർമുല ആണെങ്കിൽ ഫോർമുല എഴുതിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം, കാൽക്കുലേഷൻസ് ചെയ്യണം, ഫൈനൽ ആൻസറിലേക്ക് എത്തണം അല്ലെ? ആ ഫൈനൽ ആൻസറിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ സ്റ്റാൻഡേർഡ് ആംഗിളുടെ വാല്യൂ ആയിരിക്കും. അവിടുത്തെ മെജോറിറ്റി ക്വസ്റ്റ്യനും എന്തായിരിക്കും? ഇങ്ങനെ ഇതിന്റെ അവസാനം സൈൻ 30 കോസ് 30 അങ്ങനെയുള്ള വാല്യൂസിലായിരിക്കും ഫൈനൽ ആൻസറിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ? ഇതുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏത് പ്രോബ്ലവും ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ 2 ട്രയാങ്കിൾസ് മറക്കാൻ വേണ്ടി പാടില്ല. ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് മാറിപ്പോവാൻ വേണ്ടി പാടില്ല. മാറിപ്പോവാൻ ചാൻസ് ഉള്ളത് ഇവിടെ √2 അവിടെ 2, അത് മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഓക്കെ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതുപോലൊരു ടേബിൾ വീണ്ടും വരക്കുക, സ്വന്തമായിട്ട് ഈ ട്രയാങ്കിൾ ഓർത്ത് വെക്കുക,
എന്നിട്ട് ആ വാല്യൂസ് ഒന്നും കൂടെ ഫില്ല് ചെയ്യുക. തയ്യാറാണോ? തയ്യാറാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി അഥവാ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ആൻസർ കമൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് 1-to-1 ടീച്ചിങ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് ഡെമോക്കായിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അത് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ഡെമോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെമോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒട്ടും വൈകിക്കാൻ വേണ്ടി പാടില്ല. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നമ്മൾ ഇവിടെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. നവോദയ, സൈനിക സ്കൂൾ, ഇതിൻ്റെ ഒക്കെ കോച്ചിങ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. കഴിഞ്ഞ അക്കാദമിക് ഇയറിലെ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ താങ്ക് യു.